Good evening. Namaskaram. Welcome to a fresh edition of 30 Minutes with Stellar Footballers, a combined mission of Travancore Royals FC and Sports and Management Research Institute. Today, my name is Arun Mulot and I'll be conducting this interview. കഴിഞ്ഞ ആഴ്ച നമ്മളോടൊപ്പം കൂടിയ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും വാട്ട് വി ആർ അബൌട്ട് എന്ന്. ബട്ട് ഫോർ ദ ന്യൂ ബീസ്, ലാസ്റ്റ് വീക്ക് വി ഹാഡ് എ വെരി എൻജോയബിൾ സെഷൻ വിത്ത് മിസ്റ്റർ ഡഗ്ലസ് സിൽവ, ബ്രസീലിയൻ ഫുട്ബോളർ ആൻഡ് കോച്ച്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിനെ പറ്റി ഒരുപാട് പോസിറ്റീവ് ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കിട്ടിയായിരുന്നു. വി ഹോപ്പ് യു ഫൗണ്ട് ഇറ്റ് ബോത്ത് ഇൻഫോർമേറ്റീവ് ആൻഡ് എൻ്റർടൈനിങ്. ടുഡേയ്സ് സെഷൻ ഇസ് കോൾഡ് ലിവിങ് ദ ഡ്രീം. ഇന്ത്യയിലെ ഏറ്റവും ഫയറി എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന, അതായത് ഏറ്റവും രോമാഞ്ചം കൊള്ളിപ്പിക്കുന്ന ഡാർബി മാച്ചസിൽ ഒന്നാണ് ദ ബംഗാൾ ഡർബി. ലാസ്റ്റ് വീക്സ് ഗസ്റ്റ് വാസ് മോസ്റ്റ് renowned as an East Bengal player. So this time I am crossing that derby divide. I'll be interviewing a player from another famous club, that is Mohun Bagan. And also last week's guest was a defender. So this time we'll be going with an attacker, a winger to be more specific. ലാസ്റ്റ്ലി, കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഗസ്റ്റ് ഒരു ബ്രസീലിയൻ ആയിരുന്നു. സോ ഇത്തവണ ഞങ്ങൾ ഒരു ഇന്ത്യനെ തന്നെ തിരഞ്ഞെടുക്കാമെന്ന് തീരുമാനിച്ചു. നോട്ട് ജസ്റ്റ് ആൻ ഇന്ത്യൻ, അദ്ദേഹം ഒരു മലയാളിയാണ്. അതിനപ്പുറം അദ്ദേഹം ഒരു ട്രാവൻകൂർകാരൻ കൂടിയാണ്. പൊഴിയൂർ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച അറ്റാക്കേഴ്സിലൊന്നായി നമ്മളോടൊപ്പം ഇപ്പോൾ ചേരാൻ പോകുന്നത് ശ്രീ PM ആണ്. മിസ്റ്റർ ബ്രിട്ടോ ഇപ്പം നമ്മളോട് ചേരുന്നതായിരിക്കും. അതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കമന്റ്സും നമ്മൾ എന്റർടൈൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും അവരെ കമന്റ്സ് രേഖപ്പെടുത്തുക. നമസ്കാരം ശ്രീ ബ്രിട്ടോ. Good evening, bro. Good evening. Hi, bro. How are you? Good evening. I'm good. How are you? എങ്ങനെ പോകുന്നു ഈ ലോക്ക്ഡൌൺ കാലമൊക്കെ? Hello. എങ്ങനെ പോകുന്നു ശ്രീ ബ്രിട്ടോ ഈ ലോക്ക്ഡൌൺ കാലങ്ങളൊക്കെ? Yeah, bro. Lockdown. Lot of missing football. ഫുട്ബോളൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു, കളികളൊക്കെ മിസ് ചെയ്യുന്നു. എന്നാലും കൊള്ളാം. ഈ സമയത്ത് എല്ലാവരും ഹെൽപ്പ് ചെയ്യേണ്ട ഒരു സമയമാണ്. നല്ലൊരു ടൈമാണ്. ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ്. അപ്പോ നമ്മുടെ വ്യൂവേഴ്സിന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അഥവാ AIFF എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഐ ലീഗുമായി ചേർന്ന് ഒരു തീരുമാനം എടുത്തിരുന്നു കഴിഞ്ഞ ആഴ്ച, ജസ്റ്റ് ലാസ്റ്റ് വീക്ക്, about the I-League, in fact, about the results of the 2019-20 season. ഇത്തവണത്തെ ലീഗ് ട്രോഫി വൻപിച്ച ലീഡോടെ നിൽക്കുന്ന താങ്കളുടെ ടീമായ മോഹൻ ബഗാനിന് തന്നെ ലഭിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഇതിന്റെ പൂർണ്ണമായും ഒരു ഹാപ്പിനെസ് താങ്കൾക്ക് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒബ്വിയസ്ലി മാച്ചസ് കുറച്ച് ബാക്കി നിൽക്കുന്ന ഒരു ടൈം ആയിരുന്നു. ഒപ്പം നിങ്ങൾക്ക് മാച്ചസ് കംപ്ലീറ്റ് ചെയ്യുന്നതും കൂടാതെ ഫാൻസിന്റെ മുമ്പിൽ വെച്ച് ആഘോഷിക്കണം എന്നായിരിക്കും ആഗ്രഹം, അല്ലേ ശ്രീപുത്ര? അതെ. നല്ല ഒരു 4 മാച്ചസ് കൂടെ ബാക്കി ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഞങ്ങള് ഒരു 16 മാച്ച് നല്ല രീതിയിലാണ് കളിച്ചത്. ടീം നല്ല സ്പിരിറ്റ് ആണ്, ഒത്തെടുക്കുക കളിച്ച ടീമാണ്. അതുകൊണ്ട് തന്നെ നമ്മള് 16 മാച്ചിൽ തന്നെ വിൻ ചെയ്യാൻ പറ്റി. ഇതൊരു എന്താ പറയാ, ഒരു അലിയിൽ തന്നെ ഒരു ഹിസ്റ്ററിയാണ് ഇങ്ങനെ 16 മാച്ചിൽ തന്നെ ഇങ്ങനെ അടിക്കുന്നത്. അത് മാത്രമല്ല 15 മാച്ചസ്, ഒരു മാച്ച് മാത്രമേ ലോസ് ഉണ്ടായിട്ടുള്ളൂ. ബാക്കി 15ഉം ഒന്നെങ്കിൽ വിൻ അല്ലെങ്കിൽ ഡ്രോ ആയിരുന്നു. അതെ, സെക്കൻഡ് മാച്ച് ആയിരുന്നു ലോസ് ചർച്ചിൽ ബ്രദേഴ്സ് അഗൈൻസ്റ്റ് ചർച്ചിൽ ബ്രദേഴ്സ്. ആൻഡ് അതിനുശേഷം നല്ല തിരിച്ചുവരവാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ടീം ഈസ് കം ബാക്ക് വെരി വെരി സ്ട്രോങ്. The coach is very technical coach, so that's why we came back strongly. Definitely. Also, this is after all Mohun Bagan's first league win in 5 years. 5 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം ഈ ഒരു അവസ്ഥയിലും ഈ ഒരു കുറച്ച് വിഷമം ഉണ്ടെങ്കിലും, I know this is a difficult time. Just breaking context here, guys, we will try to speak for our non-Malayali speakers. We will try to speak in English. But നമ്മുടെ majority of audience Malayalis ആയതുകൊണ്ടും അതുകൊണ്ട് നമ്മൾ we will try to go 50-50, അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോ എന്തായാലും നമുക്ക് ട്രോഫി ലഭിച്ചു എന്ന് സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ടീംമേറ്റ്സ് എല്ലാവരും എങ്ങനെ, കോച്ചിങ് സ്റ്റാഫ് എല്ലാവരും ഹാപ്പിയാണോ? അവരോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയായിരുന്നു? അതെ, വെരി വെരി ഹാപ്പിയാണ്, നല്ല ഹാപ്പിയാണ്. കാരണം ഫസ്റ്റ് നമ്മള് കൊൽക്കത്ത ലീഗ് നമ്മള് ലൂസായി, ചാമ്പ്യൻസ് എത്തേണ്ട ടീമായിരുന്നു. പിന്നെ അതിനുശേഷം ഭയങ്കര ഡിഫിക്കൽട്ട്, ഭയങ്കര ടീമിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം
പക്ഷെ തിരിച്ചുവരവ് നടത്തി. എന്തായാലും ഐ ലീഗ് ഇസ് ആഫ്റ്റർ ഓൾ മച്ച് മോർ ഓഫ് എൻ ഇമ്പോർട്ടന്റ് കോമ്പറ്റീഷൻ എന്ന് തന്നെ പറയാം. ശ്രീബ്രിട്ട്, ചില സാങ്കേതിക തകരാറുകൾ കാരണം കണക്ഷൻ എന്തോ നമുക്ക് വിശ്വസിക്കാൻ. Time I'm just going to go through some of the comments that we've got over here. So thanks a lot, guys. Everyone, thanks for logging in once again. Mr. Britton, ചില സാങ്കേതിക തകരാറ് കാരണം ഒന്ന് ഔട്ടായി പോകേണ്ടി വന്നു. നമ്മൾ തിരിച്ച് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് എല്ലാവർക്കും മനസ്സിനുള്ളിൽ നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ ഇപ്പോൾ തൽക്കാലം മോഹൻ ബഗാൻ ട്രോഫി പൊക്കിയ സ്ഥിതിക്ക് നമുക്ക് തോന്നുന്നു we will expect some bigger things. Not to mention, of course, we have Mohun Bagan's upcoming merger with Atletico de Kolkata on the 1st of June. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസും ഞങ്ങൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഒരു just bear with us for a second while we try to get Mr. Britto back on track. In the meantime, once again, thanks a lot. Thanks everyone for tuning in today. And നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ ആൻസർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. Anybody else, if you guys have any questions for Mr. Britto, we will try to answer those as well in the meantime. Hi everyone. Thanks a lot for tuning in once again. This is Travancore Royals going live with Sri Britto PM, who is a representative of Mohun Bagan FC, and he'll be back with us in a few seconds. Stella Sangeedika Tagarar Garnam, Mr. Britto. Welcome back, Mr. Britto. I think network problem, bro. Sorry, bro. Not a problem. ഇതെന്തായാലും ഈ ഒരു സാഹചര്യത്തില് എല്ലാവർക്കും ഇച്ചിരി അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തേണ്ടി വരും. എല്ലാവരും നമ്മുടെ എന്താ പറയാ ഓഡിയൻസ് ആണെങ്കിൽ പോലും they've all been very patient with us. Work from home ഒക്കെ ആയിട്ടും they have all tuned in. They are supporting us a lot. അപ്പോ താങ്ക്സ് ഫോർ ദാറ്റ്. ആൻഡ് ശ്രീ ബ്രിട്ടോ, ഇപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു സാഹചര്യം, അതായത് നമ്മുടെ ഇപ്പോ താങ്കൾ പറഞ്ഞതുപോലെ കാൽക്കട്ട ഫുട്ബോൾ ലീഗിൽ നിന്നും കുറച്ച് ഇച്ചിരി ബാഡ് ലക്ക് കാരണം ഔട്ട് ആയെങ്കിലും യു ഗൈസ് കെയിം സ്ട്രോങ്. യു കെയിം ബാക്ക് വെരി സ്ട്രോങ്. ദാറ്റ് ഈസ് ഇൻ ദി ഐ ലീഗ് ഓഫ് കോഴ്സ്. അപ്പോ എന്തായിരുന്നു അതിന്റെ പുറകിലെ ആ ഒരു മെന്റാലിറ്റി? വാട്ട് മെയ്ഡ് ദ ഡിഫറൻസ്? വാട്ട് മെയ്ഡ് യു പിക്ക് അപ്പ് ഇൻ ദി ഐ ലീഗ്? അതില് ഡിഫറൻസ് വന്നിട്ട് ഫസ്റ്റ് വന്നിട്ട് ടീം സെറ്റ് ആയിട്ടില്ല. അതായത് കോച്ച് വന്നിട്ട് കോച്ചിന് കുറച്ച് സമയമേ ടീമിന് സെറ്റ് ആക്കാനേ കിട്ടിയിട്ടുള്ളൂ. അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് കോച്ച് കെയിം, കോച്ച് ഗെറ്റിംഗ് ടീം സ്ട്രോങ്ലി, വെരി സ്ട്രോങ്ലി നന്നായിട്ട് ടീം സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് ടീം നന്നായിട്ട് സെറ്റ് ആയതിനു ശേഷമാണ് പിന്നെ നമ്മള് കളി തുടങ്ങിയത്. പിന്നെ ഫസ്റ്റ് ഒരു മാച്ച് ഡ്രോ ആയി പോയി, അടുത്ത മാച്ച് ലൂസായി. പിന്നെ അതിനുശേഷമാണ് തിരിച്ചുവരവുണ്ടായത്. അതിനുശേഷം ഒരു മെഗാ തിരിച്ചുവരവാണെന്ന് തന്നെ പറയാൻ പറ്റും. 35 ഗോളുകൾ അടിച്ചു. ആകെ മൊത്തം വഴങ്ങിയത് ഏകദേശം 13 ഗോളുകളാണെന്ന് തോന്നുന്നു. which is like a brilliant statistics for any league for that matter, considering that നമ്മുടെ എന്തായാലും ഇപ്പൊ ഫസ്റ്റ് ടൈം കോച്ച് ആണെന്നും പറഞ്ഞല്ലോ. അപ്പോ coming to that that factor, like I said, this is Mohun Bagan's first league win in 5 years. അതും കൂടാതെ you have been blessed with some amount of success when it came to the Calcutta League as well. കേൾക്കാമോ ശ്രീ ബ്രിട്ടോ? ഒന്നുകൂടെ പറയൂ, ക്വസ്റ്റ്യൻ കേട്ടില്ല. റൈറ്റ്, അതായത് ഞാൻ കാൽക്കട്ട ഫുട്ബോൾ ലീഗിന്റെ കാര്യം പറഞ്ഞല്ലോ. താങ്കൾ ഇപ്പോൾ മോഹൻ ബഗാനിലെ 2ാമത്തെ സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഫസ്റ്റ് സീസണിൽ നിങ്ങൾ കാൽക്കട്ട ഫുട്ബോൾ ലീഗ് ഒരു 9 കൊല്ലത്തിന് ശേഷമാണെന്ന് തോന്നുന്നു. യു ഹാവ് വൺ ദ ലീഗ് ഇൻ കാൽക്കട്ട ആസ് വെൽ. അതും അപ്പൊ പറഞ്ഞു കഴിയുമ്പോ താങ്കൾ വന്ന് 2 സീസണുകളിൽ 2 മേജർ ട്രോഫീസ്. അപ്പോ പറഞ്ഞു വരുമ്പോ നമ്മൾ ശ്രീ ബ്രിട്ടോ ഒരു ഭാഗ്യചിഹ്നമാണെന്ന് അല്ലെങ്കിൽ ഒരു ലക്കി ചാം ആണെന്ന് പറയാൻ പറ്റുമോ? അതെ, ഒരു ഭാഗ്യം എന്ന നിലയ്ക്ക് പറയുകയാണെങ്കിൽ നമ്മള് ഹാർഡ് വർക്കാണ് മെയിൻ.
നമ്മുടെ ഹാർഡ് വർക്കിന്റെ Definitely, ഇതിലൂടെ നമുക്ക് definitely. റിസൾട്ട് കിട്ടുന്നത്, അതിന്റെ റിസൾട്ടാണ്. പിന്നെ Correct, correct. 100% ഗെയിമിന് വേണ്ടി 100% കൊടുക്കുക. പിന്നെ നമ്മൾ പോയ സ്ഥലം ജയിക്കുന്നു എന്ന് പറയുന്നത് ടീം വർക്കാണ്, മെയിൻ ആയിട്ട് ടീം വർക്കാണ്. ചർച്ചിൽ Right, ബ്രദേഴ്സിന് right. ശേഷം അതിനുശേഷം നല്ല ഓഫായിരുന്നു, മോഹൻ ബഗാനിലോട്ട് വന്നു. അങ്ങനെ മോഹൻ Mm-hmm. ബഗാനിൽ Mm-hmm. വന്നപ്പോ തന്നെ കളിക്കാനൊക്കെ നിറയെ ചാൻസ് കിട്ടി. അങ്ങനെ കളി Right, right, right. കണ്ടിന്യൂ ചെയ്തു. പിന്നെ അങ്ങനെ എല്ലാ കളികളും ജയിച്ചു. അപ്പോഴാണ് 9 വർഷത്തിന് ശേഷമാണ് നമ്മൾ കപ്പടിക്കുന്നത് ആദ്യമായിട്ട്. അത് നല്ല അത് ഒരു ഈസ്റ്റ് ഹാപ്പി മൊമെന്റ് ആയിരുന്നു, ബംഗാളിന്റെ വെരി ഹാപ്പി വലിയൊരു മൊമെന്റ് ആയിരുന്നു. ഈസ്റ്റ് ബംഗാളിന്റെ ഒരു എന്താ പറയാ ഒരു തുറുപ്പ് അവരുടെ ഏറ്റവും മെയിൻ ട്രോഫി ആയിരുന്നിരുന്ന ഒരു 8-9 കൊല്ലമായിട്ട് അവർ കയ്യിൽ വെച്ചിരുന്ന അതെ ട്രോഫിയാണ് അതെ അതെ മോഹൻ ബഗാൻ. അതെ അതെ താങ്കളും അതും എല്ലാ മിനിറ്റും താങ്കൾ കളിച്ചു എന്ന് തോന്നുന്നു ആ ലീഗിൽ ആ സീസൺ. അതെ അതെ. കൊൽക്കത്ത ലീഗ് എല്ലാ കളിയും കളിച്ചു. ഏകദേശം എല്ലാ എല്ലാ കളിയും കളിയും കളിച്ചു. കളിച്ചു. അപ്പോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. സോ ദാറ്റ് ബ്രിങ്സ് മീ സംവാട്ട് ടു മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ബാക്ക് in the day around 2 years when you were planning to when you were on the edge of leaving Churchill Brothers വിടാൻ നിൽക്കുന്ന ആ ഒരു ടൈമിൽ ഒരുപാട് യെസ്. റൂമേഴ്സ്, ഒരുപാട് ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് താങ്കൾക്ക് ഒരുപാട് ISL ക്ലബ്സിൽ നിന്ന് ഓഫർ വന്നു. അപ്പൊ അതാണെങ്കിൽ ഒരു പീക്ക് ടൈമാണ്, ഒരു വളരെ റെലവെന്റ് ടൈമാണ്, 25 years of age. അതെ അതെ. ആൻഡ് വാട്ട് മേഡ് യു ടേക്ക് ദാറ്റ് ഡിസിഷൻ? ആ ഒരു റിസ്കി ഡിസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ടു മൂവ് നോട്ട് ടു ആൻഡ് ISL club, not to take a lucrative contract but to go with Mohun Bagan. എന്തായിരുന്നു ഡിസിഷൻ? അല്ല, ഒരുപാട് ടീമിന് അങ്ങനെ ISL ടീമിന് ഓഫർ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ നോർത്ത് ഈസ്റ്റിൽ ചെറിയൊരു ടോക്ക് ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ റൈറ്റ് പറഞ്ഞു, റൈറ്റ് നോർത്ത് റൈറ്റ്. ഈസ്റ്റ് പോവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരു ഐ ലീഗ് കളിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ പോവാണെങ്കിൽ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് വേണം, അതായത് ISLോട്ട് പോകാനായിട്ട് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് വേണം എന്ന് മാത്രമേ റൈറ്റ് ചിന്തിച്ചുള്ളൂ. റൈറ്റ്. പിന്നെ ഏത് ISL ആയാലും ഐ ലീഗ് ആയാലും സന്തോഷ് ട്രോഫി ആയാലും എല്ലാം ഒരു സ്റ്റേജ് ആണ്, ഒരു പ്ലാറ്റ്ഫോം ആണ് അന്നേ വിചാരിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇപ്പൊ Definitely. ISL തന്നെ കളിക്കണം, നമ്മൾ തെളിയിക്കണമെങ്കിൽ ഏത് Mhm. ചെറിയ ലീഗ് കളിച്ച് നമുക്ക് തെളിയിക്കാം. അല്ലാതെ ഇപ്പൊ ISL തീർച്ചയായും. തന്നെ കളിക്കണമെന്നില്ല. അതൊരു സൈഡ് ഉണ്ടായിരുന്നു. Mhm. പിന്നെ നമുക്ക് Mhm. കളിക്കാൻ വേണ്ടി ചാൻസ് കൂടുതൽ കിട്ടണം. ഇപ്പൊ നോർത്ത് ഈസ്റ്റിലൊക്കെ പോവാണെങ്കിൽ അവിടെ ഫോറിനേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ചാൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ Definitely. ഇന്ത്യൻ കറണ്ട് നാഷണൽ കളിക്കുന്ന പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ചാൻസ് കിട്ടത്തുള്ളൂ. പക്ഷെ എന്നാലും മോഹൻ ബഗാൻ ആകുമ്പോൾ Right right. കുറച്ചുകൂടെ ചാൻസ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ മോഹൻ ബഗാൻ ചൂസ് Mhm. ചെയ്തത്. പിന്നെ അതിലോട്ട് നോർത്ത് ഈസ്റ്റിലോട്ട് Understood. പോകാത്തത്. Right right right. So just for our some of the comments നമ്മൾ ഓൺ ചെയ്യുന്നുണ്ട് for our non-Malayalam speaking listeners, what Mr. Britto is saying here is that we were talking about his decision not to move to an ISL club but rather to an I-League club, that is Mohun Bagan. So what he says is that he preferred, as any professional should do in my opinion, to ഞാനും തീർച്ചയായും എഗ്രി ചെയ്യണം. അതായത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഹിയർ ഇസ് യുവർ പ്ലേയിങ് ടൈം. നമുക്ക് കളിച്ച് കഴിവ് തെളിയിക്കാൻ പറ്റണം. We should be able to show യെസ് our യെസ്. abilities and depending upon your performances, the results, the contracts, the big money, everything else will follow. The fame and everything will follow afterwards. യെസ് And യെസ്. in that sense, after all, Mohun Bagan is by no means a trivial club for that matter. What is it like playing for Mohun Bagan? ഇത്രയും വലിയൊരു ക്ലബിന് വേണ്ടി കളിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു പ്രഷർ എങ്ങനെ ഡീൽ ചെയ്യണം? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ Bengal Derby, one of the most biggest matches out there in the country itself. What is an experience of playing in the Bengal Derby? നമ്മളൊപ്പം ഒന്ന് പങ്കുവെക്കാം. Bro, the really happy moment that I'm playing for Mohun Bagan, and I'm playing in Kolkata also. And same like that Kerala, Goa, Kolkata is the most important. Most fans are there, and Definitely. it is Kolkata is a Makkah, football Makkah is there. So Right, I right. think I was very happy for playing against East Bengal and Derby. Oh, yes. So that time it's a privilege, not pressure. For me, it's a privilege. Right, right. Yeah, privileged to play there, and the very good fans are there. I want to thank to Oh, all yes. now. Yeah. Definitely, because there are like around 60,000, 65,000 fans odd Yeah, in yeah. every single match. Back in the Yes. day, for our most of the older fans out there will know that പണ്ട് ഈ ഫാൻസ് ഒരു ലിമിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. സീറ്റിംഗിലൊന്നും അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ലായിരുന്ന കാലത്ത് India used to hold the record for biggest fan attendance. I think there was Yes, one yes. Bengal Derby match which had like 3 lakh attendees. Yes, yes, yes. So Mm. back in the 1970s. So we can imagine the scale of things over there, which also sort of brings me to my next question. ഇപ്പോ Mm. നമ്മുടെ കഴിഞ്ഞു പോയ സീസൺ, അതായത് 2019-20 സീസൺ Yes. നടക്കേണ്ടിയിരുന്നത് ഇവിടെ ബംഗാൾ ഡാർബി വാസ് സപ്പോസ് ടു ഹാപ്പൻ ഓൺ 15th of March. ആൻഡ് ഫോളോയിങ് ദാറ്റ്, ഓഫ് കോഴ്സ്, ദ ലാസ്റ്റ് മാച്ച് ഓഫ് മോഹൻ ബഗാൻ താങ്കളുടെ നാട്ടിൽ ഇവിടെ തന്നെ കേരളത്തിൽ വെച്ച് ഗോകുലം Yes. കേരള FC ക്കെതിരെ ആയിരുന്നു നടക്കേണ്ടിയിരുന്നത്.
What I want to ask is, what is the experience like playing? You said Calcutta is the Mecca of football. Let me call this the Jerusalem of football. Then what is it like playing in Kerala out here? എന്താണ് Yeah, ഇവിടുത്തെ അനുഭവം? കേരള ഫാൻസിന്റെ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ട്? yes, sir. I told you now that Kerala and Goa. I like Kerala, Goa, Kolkata. It's a Right, three right. states is a very very important football. Their fans are very loving. So I think I played for. I'm so lucky. I'm playing Goa, Kerala, and Kolkata. Three teams I Definitely. played. So Right. I really happy that against playing Kerala. So when we was playing against Kerala before last year also, we played good, and Mm-hmm. it's like what it's a home. So both are home. Right. Kolkata, Right. yeah, Kerala Mm-hmm. home. Two teams are home, same time. So So I it's like you think have home support everywhere you go. yeah everywhere two team. So That's I great. like to play there also in Mm-hmm. Calicut. Before Right. I played there, no court soccer. I played there. That also Oh my home yes. ground. Yeah, Oh coast. yes. So Yeah, you have that experience, Mr. Britto. After all, താങ്കൾ വളർന്നു വന്ന് ആ ഒരു കാര്യത്തിലൂടെ ഞാൻ കിടക്കുവാണ്. സോ ഇപ്പൊ നമ്മുടെ ഫാൻസിന് വേണ്ടി, ഓഡിയൻസിന് വേണ്ടി ശ്രീ ബ്രിട്ടോയുടെ കഥ എന്ന് പറയുന്നത് നമ്മളുടെ ഇടയിൽ അത്യാവശ്യം ഫേമസ് ആണ്. എന്നാലും ഗ്രോയിങ് അപ്പ് ഇൻ ഫിഷിംഗ് വില്ലേജ് കോൾഡ് പൊഴിയൂർ ഇൻ ട്രിവാൻഡ്രം, ബ്രിട്ടോന്റെ ഫാമിലി ഒരു മത്സ്യത്തൊഴിലാളി ഫാമിലി ആയിരുന്നു. അതെ അപ്പോൾ താങ്കൾ ആ കടന്നു വന്നിരിക്കുന്ന ഒരു സ്റ്റേജ് ആൻഡ് പാത്ത് വുഡ് ഡെഫിനറ്റ്ലി നോട്ട് ഹാവ് ബീൻ ഈസി. ഒരുപാട് കഷ്ടപ്പാടുകളും ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ഈ ഒരു ലെവലിൽ, ഫ്രം ഫ്രം ദാറ്റ് ലെവൽ ടു പ്ലേയിങ് ഫോർ ഹ്യൂജ് ക്ലബ് ലൈക്ക് മോഹൻ ബഗാൻ ആൻഡ് പ്ലേയിങ് ഇൻ സച്ച് എൻ ഇന്റർനാഷണൽ ലീഗ് ആസ് സച്ച്. ആ ഒരു പാത ഒട്ടും എളുപ്പമായിരിക്കില്ലെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനെപ്പറ്റി അതുപോലെ തങ്ങളുടെ പാത പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് അതെ ആൾക്കാർ കാണും. അത് ഒരുപാട് നാട്ടുകാർ കാണും, ഒരുപാട് യങ്സ്റ്റേഴ്സ് കാണും. വാട്ട് ഈസ് എ മെസ്സേജ് യു ഹാവ്? താങ്കൾക്ക് എന്താണ് അവരോട് പറയാനുള്ളത്? ഹൗ ക്യാൻ ദേ ഓൾസോ ബി ലൈക്ക് യു? ഹൗ ക്യാൻ ദേ മേക്ക് ഇറ്റ് ടു യുവർ ലെവൽ? എസ്പെഷ്യലി ഞാൻ ഈ ഇന്റർവ്യൂവിന് തന്നെ തയ്യാറായത്. ഇപ്പോൾ കണക്ഷൻ അല്പം വീക്ക് ആണെന്ന് തോന്നുന്നു. ഹലോ, കേക്കാവോ? മിസ്റ്റർ ബ്രിട്ടോ, ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നല്ലോ. ഒന്നും കൂടി ആ നമുക്ക് വേണ്ടി, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ക്യാൻ യു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് കേട്ടായിരുന്നു. ദാറ്റ് പ്ലീസ്? കേട്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ ഈ ഇന്റർവ്യൂവിന് തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് നമ്മളെ യങ്സ്റ്റേഴ്സിന് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്കുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉപയോഗകരമായിട്ടുള്ള കാര്യങ്ങൾ അവർ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം തന്നെയാണ് ഞാൻ ഈ ഇന്റർവ്യൂ തന്നെ തയ്യാറായത്. ഒന്ന്. സെക്കൻഡ്, നിങ്ങളെ ചോദിച്ച ക്വസ്റ്റ്യൻ, ഞാനൊരു മത്സ്യത്തൊഴിലാളി തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, നേരത്തെ അങ്ങനെ തന്നെയാണ്. സോ എന്റെ അച്ഛന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും കണ്ട് തന്നെയാണ് നമ്മൾ വളർന്നത്. സോ അതിന്റെ മെയിൻ എന്ന് പറയുമ്പോൾ, ഒരുപാട് കഷ്ടപ്പാട് കിട്ടിയാലേ നമ്മൾ ഒരുപാട് സക്സസിലോട്ട് പോകത്തുള്ളൂ എന്നാണ് തീർച്ചയായും. എന്റെ ഒരു മൈൻഡ്. തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് കഷ്ടപ്പാട് ഇരിക്കുന്നത് തന്നെയാണ് എനിക്ക് നല്ലത്. അത് തന്നെയാണ് എനിക്കും വേണ്ടത്. എപ്പോഴും കഷ്ടപ്പാട് തന്നെ ഇരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴേ നമുക്ക് വളർന്നു പോകാൻ, മുമ്പോട്ട് പോകാനുള്ള ഒരു ധൈര്യവും ഒരു ആത്മാർത്ഥതയും, നമ്മൾ ജോലി ചെയ്യുന്ന വർക്കിനുള്ള താല്പര്യവും ഉണ്ടാവത്തുള്ളൂ. സോ സത്യം. അങ്ങനെ തന്നെ ഇരിക്കണം. എപ്പോഴും അങ്ങനെ തന്നെ കഷ്ടപ്പാടോടെ ഇരിക്കണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. സോ മത്സ്യത്തൊഴിലാളി. കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം. ഹാർഡ് അതെ. വർക്ക്. അതിപ്പോ ജോലി ആയാലും നമ്മുടെ ലൈഫ് ആയാലും അപ്പോഴേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു രസം കാണത്തുള്ളൂ. അല്ല ചുമ്മാ നമ്മൾ തീർച്ചയായും. എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ രസം കാണത്തില്ല. സോ ഡേ ബൈ ഡേ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, വർക്ക് ഹാർഡ് ആൻഡ് അച്ചീവ് യുവർ എയിം. Definitely. So it's like the old saying, hard work is the key to success എന്നാണ് ശ്രീ Yeah. ബ്രിട്ടോ പറയുന്നത്. So we had that question, Miss Smita, I believe, had asked us earlier, what does it take to become a professional footballer? And like Mr. Brito says here, what you need, and not just in football, but to be in any field, to be a success in any field, the most important thing is commitment, motivation, hard work. These are the most important things. പിന്നെ വേറൊരു കാര്യം ശ്രീ ബ്രിട്ടോ പറഞ്ഞതുപോലെ തന്നെ, നമ്മുടെ വേരുകൾ, വി ഷുഡൻ ഫോർഗെറ്റ് അവർ റൂട്ട്സ്. നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മൾ എങ്ങനെ Yes. ഈ നിലയിൽ എത്തി എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അതെ. ദാറ്റ് ഈസ് എ മെസ്സേജ് ആൻഡ് ദാറ്റ് ഈസ് എ ലെസൺ ടു ഓൾ ദി യങ്സ്റ്റേഴ്സ് ഔട്ട് ദെയർ. Yeah. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, നിങ്ങൾ എന്തൊക്കെ കഷ്ടപ്പാടുകൾ നേരിട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും മറക്കേണ്ട ഒരു കാര്യമല്ല. നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. നമുക്ക് കിട്ടേണ്ട സമയത്ത് നമ്മളെ കിട്ടും എന്ന് തന്നെയാണ് അതിന്റെ ഒരു ആഗ്രഹമല്ല, അതിന്റെ ഒരു വേ അത് തന്നെയാണ്. That's right. So it's a motivating factor. ഇപ്പോൾ ഈ ഒരു എന്താ പറയാ, താങ്കൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചോദിക്കട്ടെ,
ഈ ഒരു കോമ്പറ്റീഷൻ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഇന്ത്യൻ ഫുട്ബോളിൽ എന്താ പറയാ ഒരുപാട് ദർ ഇസ് എ റെവല്യൂഷൻ ഗോയിങ് ഓൺ ഇൻ ഫാക്ട് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് വിത്ത് ഓൾ ദാറ്റ് സോർട്ട് ഓഫ് ചേഞ്ചസ് ദാറ്റ് ആർ ഹാപ്പനിങ്. പുതിയ ലീഗ്, പുതിയ ക്ലബ്സ്, പുതിയ മാനേജേഴ്സ്, പുതിയ പ്ലേയേഴ്സ്. ഇപ്പോ ഇന്ത്യയുടെ റാങ്കിങ് തന്നെ ഒരിടയ്ക്ക് വളരെ നല്ലോണം കുതിച്ച് 10-30 പ്ലേസ് നമ്മൾ മുന്നിൽ എത്തിയ ഒരു സമയത്ത് would you say that physical fitness, for example, is another factor that goes into this? നമ്മൾ എത്ര ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കുന്നു, എത്ര ഹാർഡ് വർക്ക് ആ ഒരു രീതിയിൽ കമ്മിറ്റ് ചെയ്യുന്നു, അതിന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് താങ്കൾക്ക് സൂചിപ്പിക്കുന്നു? ഇല്ല ബ്രോ, ഞാൻ ഒരിക്കലും പറയില്ല ഫിസിക്കൽ ആണ് മെയിൻ എന്ന് ഞാൻ പറയില്ല. കാരണം മെസ്സി നിങ്ങൾ കണ്ടിട്ടുണ്ട്, മെസ്സിയുടെ ഹൈറ്റും വെയിറ്റും നമുക്ക് തന്നെ അറിയാം. മെസ്സിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഫുട്ബോൾ പ്ലെയർ, നമുക്ക് തന്നെ അറിയാം. അപ്പൊ അയാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കല്ല മെയിൻ, ഫിസിക്കും ഒന്നുമല്ല, ഇത് മെന്റലാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ലീഗ് എന്ന് പറയുന്നത് ഷോർട്ട് ലീഗാണ്. അപ്പോൾ കിട്ടുന്നത് നമുക്ക് ഒരു 20 ഗെയിമാണ് ഒരു ടീമിന് കിട്ടുന്നത്. ആ 20 ഗെയിമിൽ നിന്ന് ഓരോ പ്ലെയറിനും കിട്ടുന്നത് എത്രയാണ്? 10 ഗെയിം അല്ലെങ്കിൽ 5 ഗെയിം, അല്ലെങ്കിൽ സം ഓൺലി ഫോറിനേഴ്സ് ഓൺലി പ്ലേയിങ് ഓൾ 20 മാച്ചസ്. So not Indian players, you know that Indian players only playing like 10 matches, 11 matches, 5 matches, 8 matches someone get. So you know that only Sunil Chhetri, only Indian player Sunil Chhetri is playing all matches, only Indian player, the international player, and some other 2-3 players are there. So how can we grow in that Indian football, you know that. So ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവർക്കും ചാൻസ് കിട്ടുന്നില്ല. നമുക്ക് ലീഗ് വലുതാക്കണം, ലീഗ് 40 മാച്ച് അറ്റ്ലീസ്റ്റ് കിട്ടണം. പിന്നെ എന്ത് പറഞ്ഞു, കൂടുതൽ ഇന്ത്യൻ പ്ലേയേഴ്സിന് ചാൻസ് കൊടുക്കണം. ചാൻസ് കിട്ടുന്നില്ല. സ്ട്രൈക്കേഴ്സിന് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ആകപ്പാടുള്ളത് സുനിൽ ഛേത്രി കഴിഞ്ഞാൽ വേറെ സ്ട്രൈക്കർ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂ? ഇല്ല. അങ്ങനെയുള്ള സ്ഥിതിക്ക് നമുക്ക് ഫോറിനേഴ്സ് മാത്രമാണ്, എല്ലാ ഇതിലും ഫോറിനേഴ്സ് മാത്രമാണ് കളിക്കുന്നത്, എല്ലാ ടീമിലും സ്ട്രൈക്കേഴ്സ്, ഡിഫൻഡേഴ്സ് അല്ലേ. അപ്പൊ സെൻട്രൽ എല്ലാം ഫോറിനേഴ്സ് ആണ് കളിക്കുന്നത്. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇവര് ഇന്ത്യൻ ക്യാമ്പ് വിളിക്കുമ്പോൾ തന്നെ ഡയറക്റ്റ് കുറെ പ്ലേയേഴ്സ് അങ്ങ് പോകുമ്പോൾ തന്നെ നമുക്ക് അറിയാം, അതിൽ 10 പ്ലേയേഴ്സ് കുറഞ്ഞത് ഫസ്റ്റ് 11 കളിക്കുന്ന പ്ലേയേഴ്സ് ആയിരിക്കും. ബാക്കി 10 പ്ലെയറും 10-15 പ്ലേയേഴ്സും ഒന്നും കളിക്കാത്ത ബെഞ്ചിലിരിക്കുന്ന പ്ലേയേഴ്സ് ആണ് ഡയറക്റ്റ് ആയിട്ട് പോയി ഇന്ത്യൻ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നത്, ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുന്നത്. സോ അത് അവരുടെ തെറ്റല്ല, ഇന്ത്യൻ ഫുട്ബോളിന് തെറ്റാണ്. അവസരങ്ങളുടെ ഒരു ലാക്ക്. അവര് നമ്മൾ പ്രീമിയർ ലീഗിന്റെ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, 40 ഗെയിമാണ് ഒരു സീസണിൽ കളിക്കുന്നത്. 40 ഗെയിം. ഈ 40 ഗെയിമിൽ എല്ലാ പ്ലേയേഴ്സിനും ഈക്വൽ ചാൻസ് കിട്ടുവാണ്. അപ്പൊ അവർ ഈക്വൽ ആയിട്ട് അവർ ഇന്റർനാഷണൽ ടീമിലോട്ട് പോകുമ്പോൾ അവർക്ക് നല്ല ചാൻസുകൾ കിട്ടുന്നു കളിക്കാനായിട്ട്. ഇത് നമ്മൾ ബെഞ്ചിൽ ഇരുന്നിട്ട് നമ്മളെ പ്ലേയേഴ്സിൽ പകുതി 70% പേരും ബെഞ്ചിൽ നിന്നിട്ടാണ് ഡയറക്റ്റ് നമ്മളെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് അതിന്റെ വെരി ഡിഫറൻസ് ആണ്. അതിന്റെ ഗെയിം പ്ലേ എപ്പോഴും, ഗെയിമിന്റെ ഒരു ഇൻട്രൻസ് എപ്പോഴും ഉണ്ടാവണം, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, മുമ്പിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഡെഫിനറ്റ്ലി പ്ലേയിങ് ടൈം, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്ലേയിങ് ടൈം ആൻഡ് ദാറ്റ് ടു. നമ്മൾ നേരത്തെ സംസാരിക്കുകയുണ്ടായി, താങ്കൾ ഒരു ഇപ്പോ താങ്കൾ ഇന്ത്യൻ നേവിക്ക് വേണ്ടി കളിക്കുന്നു, സർവീസസിന് വേണ്ടി കളിക്കുന്നു, അവിടെയൊക്കെ താങ്കൾ ഒരു സ്ട്രൈക്കർ പൊസിഷനിലാണ് കളിക്കുന്നത് എന്ന് പറഞ്ഞു. ഇപ്പോൾ താങ്കൾ മോഹൻ ബഗാനിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിങ്ങർ പൊസിഷനിൽ കളിക്കുമ്പോൾ നാച്ചുറലി അത് നമ്മൾ ആ ഒരു പ്ലേയിങ് ടൈം ലാക്ക് തിരിച്ച് സ്ട്രൈക്കർ പൊസിഷനിലോട്ട് പോകുമ്പോൾ, എസ്പെഷ്യലി സ്ട്രൈക്കർ എന്ന് പറഞ്ഞ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കോൺഫിഡൻസ് വേണ്ടുള്ള ഒരു പൊസിഷനാണ്, ഗോൾ സ്കോറിംഗ് ഫോം വേണ്ടുള്ള ഒരു പൊസിഷനാണ്. അപ്പോ താങ്കൾ സൂചിപ്പിച്ച പോലെ ശ്രീ സുനിൽ ഛേത്രി ഫോർ എക്സാമ്പിൾ, he is one of the most recognized players, not just in Indian soccer but also in world soccer from an Indian perspective. So what you're saying, what Mr. Britto is trying to say here is that if you want Indians to do well and in their positions, then you should give them time to play in that position. So striker നല്ലോണം കളിക്കണം എന്നുണ്ടെങ്കിൽ സ്ട്രൈക്കറിന് അവസരം കൊടുക്കണം. അതിപ്പോ ശ്രീ ബ്രിട്ടോ മാത്രമല്ല, ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് നമ്മൾ ഐ ലീഗിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, ISL കണ്ടുകൊണ്ടിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടാലന്റഡ് ആയിട്ടുള്ള എന്റെ നമ്മളെ ക്ലോസ് ഫ്രണ്ട് തന്നെയാണ് ജോബി ജസ്റ്റിനെ എടുത്തു കഴിഞ്ഞാൽ, പുള്ളി വന്നിട്ട് ഐ ലീഗിലെ ഒരു ഏറ്റവും ടോപ്പ് സ്കോറർ ആയിട്ടുള്ള, ലാസ്റ്റ് ഇയർ ടോപ്പ് സ്കോറർ ആയിട്ടുള്ള പ്ലെയർ ആണ്. അപ്പൊ ആ പ്ലെയർ തന്നെയാണ് ISLോട്ട് വരുമ്പോൾ എത്ര ഗെയിമാണ് പുള്ളി കളിച്ചത്. പുള്ളി കളിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്, കാരണം അവിടെ സ്ട്രൈക്കേഴ്സ് വരുന്നത് ഫോറിൻ പ്ലേയേഴ്സ് ആണ് വരുന്നത്, ചാൻസ് കിട്ടുന്നത്. അപ്പം ഇന്ത്യൻ പ്ലേയേഴ്സിന് അവിടെ ചാൻസ് കിട്ടുന്നില്ല. എന്നിട്ട് പുള്ളിനെ ക്യാമ്പിൽ വിളിക്കുകയാണ്. പുള്ളി ക്യാമ്പിൽ പോകുമ്പോൾ ഒരു മാച്ച് പ്ലേ ഒന്നും ഇല്ലാതെയാണ് പുള്ളി ക്യാമ്പിൽ പോകുന്നത്. പിന്നെ അവിടെ എങ്ങനെ കളിക്കാൻ പറ്റും? അതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നു. ദാറ്റ് ഈസ് സംതിങ് മെയിൻ കാരണം എന്നാണ് ഞാൻ തോന്നുന്നത്. നമ്മുടെ ഇത് ഇറ്റ്സ് ഫ്രം എ പ്ലെയേഴ്സ് പെർസ്പെക്ടീവ്. താങ്കളെ പോലത്തെ ഒരു പ്ലെയറിന് മാത്രമേ ഇത് പറയാൻ കഴിയുള്ളൂ, അല്ലാണ്ട് ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് പുറത്തിരുന്നിട്ട് ഒരു മാച്ച് കാണുന്ന ഒരാൾക്ക് ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് ഇതിനെ പറ്റി പറയാൻ കഴിയില്ല. വാട്ട് മിസ്റ്റർ ബ്രിട്ടോ ഇസ് ട്രൈങ് ടു സേ ഹിയർ ഇസ് ദാറ്റ് ദ ഫോറിൻ പ്ലെയർ പോളിസി ഫോർ എക്സാമ്പിൾ, ഇതിനെപ്പറ്റി നമ്മൾ ഒരുപാട് ഡിബേറ്റ്സ് കണ്ടിരിക്കുന്നു. അതായത് ഫോറിൻ പ്ലെയർ പോളിസി ഇൻ അവർ കൺട്രി. ഇപ്പോൾ ജപ്പാൻ അല്ലെങ്കിൽ ചൈന പോലത്തെ വലിയ വലിയ ലീഗുകളിൽ
ഒരുപാട് പൈസ ഇറക്കി അവർ പ്ലേയേഴ്സിനെ കളിപ്പിക്കുന്നത്. അവരുടെ പ്ലേയേഴ്സ് ഓൾറെഡി പുറത്തു പോയി കളിക്കുന്നു, യൂറോപ്പിൽ പോയി അതെ, കളിക്കുന്നു, അമേരിക്കയിലെ MLS പോയി കളിക്കുന്നു. നമ്മുടെ പ്ലേയേഴ്സിന് എന്തുകൊണ്ട് അത്രയും തന്നെ ഇന്ത്യയിൽ കഴിയും, മേ മാത്രമേ ബി ഉള്ളൂ. ഈവൻ ബെറ്റർ. ഡെഫിനറ്റ്ലി ദാറ്റ്സ് റൈറ്റ്. സോ നമുക്ക് ഇന്ത്യ ഇതുപോലത്തെ ഒരു മാത്രമേ ഉള്ളൂ കളിക്കാനായിട്ട്. നമുക്ക് ഇന്ത്യ മാത്രമേ ഉള്ളൂ കറക്റ്റ് കളിക്കാനായിട്ട്. ബാക്കിയുള്ളവർക്ക് എവിടെയും തീർച്ചയായും ആ ഒരു ചാൻസ് ആണ്. അപ്പൊ നമുക്ക് തീർച്ചയായും ഇന്ത്യൻ പ്ലേയേഴ്സിന് മാക്സിമം ചാൻസ് കിട്ടുന്നതാണ് മെയിൻ. ഒരു ടീമിൽ തന്നെ 6 ഫോറിനേഴ്സ് കളിക്കണം എന്നായി കഴിഞ്ഞാൽ കറക്റ്റ് പിന്നെ ഒരു കീപ്പർ 7 ആയി. ബാക്കി 4 പ്ലേയേഴ്സിന് റൈറ്റ് മുമ്പിലോട്ടോ അറ്റാക്കിലോട്ടോ അല്ലെങ്കിൽ വിങ്ങിലോട്ടോ കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ വളരെ കുറവാണ് ചാൻസ് കിട്ടുന്നത്. അപ്പൊ അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് തീർച്ചയായും നമ്മൾക്ക് എല്ലാവരും സ്ട്രഗിൾ ആയിട്ട് മുമ്പിലോട്ട് പോകുന്നത്. അങ്ങനെ പോകുമ്പോഴേക്കുമ്പോൾ തന്നെ നമ്മുടെ കാലാവധി നമ്മളെ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചാൻസ് കിട്ടുന്ന ടൈം അങ്ങനെ അപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സോ നമ്മളെ തീർച്ചയായും ടൈമിങ് തീർച്ചയായും അതാണ് മെയിൻ കാരണം. ഞാൻ പറഞ്ഞില്ലേ, മെയിൻ കാരണം അതാണ്. ഇന്ത്യൻ ടീം മുമ്പിലോട്ട് പോകാത്തതിന്റെ മെയിൻ കാരണം അത് തന്നെയാണ്. സോ വാട്ട് വി നീഡ് ഇസ് ദാറ്റ് ആ ഒരു ഇപ്പൊ ഞാൻ തന്നെ ഈ ഇടയ്ക്ക് ഒരു ആർട്ടിക്കൽ വായിക്കുകയുണ്ടായി. ഫോറിൻ പ്ലെയർ പോളിസീസ് ഇൻ മോസ്റ്റ് ലീഗ്സ് ആൻഡ് ദി ഇമ്പാക്ട് ദേ ഹാവ് ഓൺ ഡൊമസ്റ്റിക് പ്ലെയർ ഡെവലപ്മെന്റ്. ഇന്ത്യൻസ് എന്തുകൊണ്ട് നല്ലോണം കളിക്കുന്നില്ല, ഇന്ത്യൻസിന് അത്രയും അവസരം കിട്ടുന്നില്ല. അത് തന്നെയാണ് അവർ അതെ അതെ പറയാനുള്ള കാരണമായിട്ടും പറയാനുള്ളത്. അത് അതെ അതെ അത് വളരെ വിലപ്പെട്ട. ഐ തിങ്ക് ദാറ്റ് ഇസ് വൺ ഫീഡ്ബാക്ക് ദാറ്റ് നോട്ട് ജസ്റ്റ് ദ ലീഗ്സ് ഓർ ക്ലബ്സ് ബട്ട് ദ ഫെഡറേഷൻ ഇറ്റ്സെൽഫ് അവർ തന്നെ അതിനെപ്പറ്റി ഇത്രയും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം പ്ലേയേഴ്സിന് അവസരം കിട്ടിയാൽ അവർ നല്ലോണം കളിച്ചാലല്ലേ ഇന്ത്യൻ ഫുട്ബോൾ തന്നെ വളരുള്ളൂ. അല്ലാതെ ഫോറിൻ അതെ അതെ പ്ലേയേഴ്സ് അതും അതും പറഞ്ഞു വരുമ്പോ ലെജൻസ് ആയിരിക്കാം, അവർ വളരെ പോപ്പുലർ ആയിരിക്കാം, അവർ വരുന്നതും കളി കാണുന്നതും ഒരു അട്രാക്ഷൻ ആണെങ്കിലും അവരുടെ കൂടെ കളിച്ച് ഇന്ത്യൻ പ്ലേയേഴ്സിന് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ട് അതിൽ നിന്ന് ഇല്ല, വല്ല കാര്യം ഉണ്ടോ? അത് ശരിയാണ്. ഇപ്പൊ നമ്മൾ ഒരിക്കലും തള്ളിപ്പറയാൻ പാടില്ല. ഫോറിനേഴ്സ് വരുമ്പോ അതിന്റെ സ്റ്റൈല് നമുക്ക് നമ്മൾ നോക്കി പഠിക്കണം. അവരുടെ സ്റ്റൈൽസ് നമ്മൾ Correct. ഫോളോ ചെയ്യണം. അവരുടെ ടെക്നിക്സ്, അവരുടെ ടച്ചസ് അതൊക്കെ ഫോളോ ചെയ്യണം. അതൊക്കെ ഒരു സൈഡാണ്. തീർച്ചയായും അവർക്ക് ചാൻസ് കൊടുക്കും. പക്ഷെ തീർച്ചയായും ഞാൻ പറയാം, നമ്പർ ഓഫ് ഫോറിനേഴ്സിന്റെ എണ്ണം കുറയ്ക്കുക. ജസ്റ്റ് ഒന്ന് എണ്ണം കുറയ്ക്കുക. കറക്റ്റ് ഇപ്പൊ 6 കറക്റ്റ് എന്നുള്ളത് കറക്റ്റ് 4 അല്ലെങ്കിൽ 4 മാക്സിമം. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഡെവലപ്മെന്റ് ആയിരിക്കും. എന്റെ ഒപ്പീനിയൻ ആണ്. കറക്റ്റ്. ഇത്രേ ഉള്ളൂ. പറഞ്ഞതേ ഉള്ളൂ. ഇറ്റ് മേക്സ് കംപ്ലീറ്റ് സെൻസ്. അതായത് ഇപ്പൊ താങ്കൾ പറയുന്നതിൽ യാതൊരു ദർ ഇസ് നോ കൺഫ്യൂഷൻ ഇൻ ഇറ്റ്, ബിക്കോസ് അത് ലോജിക്കലായിട്ട് ചിന്തിച്ചു കഴിയുമ്പോൾ ആർക്കാണെങ്കിലും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതെ അത് അതെ കമ്മിങ് ഫ്രം എ പ്ലെയേഴ്സ് പെർസ്പെക്ടീവ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു പ്ലെയറിന് തന്നെ പറയാൻ കഴിയുള്ളൂ. ഇപ്പൊ സ്ട്രൈക്കർ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ പിടിച്ചിട്ട് ഫിംഗർ കളിപ്പിക്കുമ്പോൾ ഒബ്വിയസ്ലി യുവർ സ്റ്റാറ്റിസ്റ്റിക്സ് വിൽ സഫർ, even ഗോൾ even സ്കോറിംഗ് even നമ്പേഴ്സ് വിൽ ഗോ ഡൗൺ. even my position also first my beginning age also I'm play for striker. I was in striker. റൈറ്റ് 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 So ഓക്കെ after ഓക്കെ. I played Santosh Trophy for Indian Navy and second division, all things I play for striker. So after that, after I Nice. joining Churchill Brothers, I play for striker also. Then there Is it? 6 foreigners are there and 2 strikers there. So they Okay. give to chance to all, 2 strikers. I didn't get chance to first 5 matches. So I think No. I want to change position. So I did Ah, change position wing off. I So that's why understand. I understand. after I change position, then I get good chances. So I prove Oh, I myself see. and I start to play wing off midfield. So, as a dedicated player, you prioritized the team over yourself. താങ്കൾ എന്താ Yeah, yeah. ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കളുടെ മാക്സിമം ടീമിന് വേണ്ടി ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടി താങ്കൾ താങ്കളുടെ പൊസിഷൻ മാറ്റി. ആൻഡ് ദാറ്റ് ഇസ് എ അതെ സാക്രിഫൈസ് ഇൻ ദി എൻഡ്, ബിക്കോസ് അതെ അതെ ലൈക്ക് യു സെഡ് സ്ട്രൈക്കർ കളിച്ച് ഇത്രയും നാളും സ്ട്രൈക്കർ കളിച്ചുകൊണ്ടിരുന്നത്, അതിൽ നിന്നൊരു മാറ്റം വന്നു കഴിയുമ്പോൾ നാച്ചുറലി നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ഗെയിം അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഗെയിം ഒരുപാട് പുതിയ മാറ്റണം. കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അതെ അതെ തീർച്ചയായും അതെ. തീർച്ചയായും. അപ്പോൾ കമ്മിങ് ടു മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രീ ഇച്ചിരി വാട്ട് ഡു യു ഡു ഇൻ യുവർ സ്പെയർ ടൈം? അതായത് ആം, താങ്കൾ ഫുട്ബോൾ കളിക്കുന്ന അതല്ലെങ്കിൽ ട്രെയിനിങ്ങിനല്ലാത്ത ടൈമിൽ മിസ്റ്റർ ബിട്ടോന്റെ ഇൻസ്റ്റാഗ്രാം ഫീഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഹി ഈസ് ആൻ അക്കംപ്ലിഷ്ഡ് ഡാൻസർ. ഒരു പക്ഷേ ഫുട്ബോൾ ഫീൽഡിന്റെ നേട്ടം എന്ന് പറയുന്നത് ഡാൻസ് ഫീൽഡിന്റെ ഒരു നഷ്ടമായിട്ട് തന്നെ കണക്ക് കൂട്ടേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ബ്രിട്ടോ ഈ ഡാൻസ് കൊണ്ട് നടക്കുന്നത് ഇതിനൊപ്പം ഈ No, no. ബിസി Actually, ഫുട്ബോൾ ലൈഫിനൊപ്പം? actually, I was a dancer beginning third class. Starting third class, I was a dancer, and Okay. after that dance is I, that dance is not professional. Like you can't go high anything. So in Ah, my area in Pozhiyoor, Pozhiyoor is a very football lovers. So that's after great. that, That's great. I changed my mind. I leave dance and I start to play football and cricket. Is that? So after that, Yeah. I find to choose football because Oh, yes. even അതൊരു even നല്ല even uh, തീരുമാനമായി. even even my class time I was playing cricket. I was selected for cricket team. So they said Yes. if you have a full hit, if you have a full cricket Oh, hit, then only okay. they will give to chance to play cricket. I say I didn't get I don't have any money because
Right, അത് right. കാശ് ഉണ്ടെങ്കിൽ, ഇപ്പൊ അവർ പറയുന്നത് ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് കിറ്റ് വാങ്ങാൻ തന്നെ 50,000 ആവും, ഒരു കിറ്റ് വാങ്ങാൻ തന്നെ. Oh yes, oh yes, oh yes. അതെ, Mhm. ക്രിക്കറ്റ് ആണെങ്കിൽ. ഫുട്ബോൾ ആണെങ്കിൽ അങ്ങനെയല്ല, നമുക്കൊരു ബൂട്ട് മാത്രം മതി. ഒരു ബൂട്ടും ബോളും, പിന്നെ ബൂട്ട് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ കളിക്കാൻ ഒരുപാട് പറ്റും. അല്ലേ? തീർച്ചയായും അങ്ങനെ തീർച്ചയായും. അങ്ങനെ ക്രിക്കറ്റിൽ നിന്ന് മാറി ഫുട്ബോളോട്ട് ആയതാണ്. ഫുട്ബോളോട്ട് ആയതുകൊണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടു. നമ്മളെ ഹാർഡ് വർക്കോട് അങ്ങനെ പോകുന്നു. അതെ, അതിപ്പോ നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ, അതിപ്പോ നോട്ട് ജസ്റ്റ് ഇൻ ഇന്ത്യ, ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ കേസ് ആയതുകൊണ്ട് നമ്മൾ ക്രിക്കറ്റ് എന്ന് പറയണു. പക്ഷെ ഒരുമാതിരിപ്പെട്ട നമ്മുടെ ഫേമസ്, ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ മെസ്സിയുടെ കഥ പറയുകയാണെങ്കിൽ പോലും അവരെല്ലാവരും വലിയ വലിയ അത്ലീറ്റ്സ് ആയിരുന്നു. പക്ഷെ അവർക്ക് ആ ഒരു ഫിനാൻഷ്യൽ ട്രബിൾസ് കാരണം, ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ കഥ പറഞ്ഞിരിക്കുന്ന പോലെ ആകെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോളായിരുന്നു. പെലെയുടെ കഥ പറഞ്ഞതുപോലെ, പെലെ സിനിമ കണ്ടവർക്ക് ഓർമ്മ കാണും. സോക്സ് കെട്ടിയിട്ട്, നൂല് കൊണ്ട് അതെ 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 കെട്ടിയിട്ട്, he played with a bunch of stockings that were tied up together. കളിയെ പറ്റി ഭ്രാന്തുള്ള ഒരാളാണെങ്കിൽ എങ്ങനെയെങ്കിലും അത് കൊണ്ടുപോകും. അതാണ് ശ്രീ അതെ ബ്രിട്ടോ പറഞ്ഞു വരുന്നത്. അതെ അതെ. നമുക്ക് തീർച്ചയായും. ബൂട്ട് വാങ്ങാൻ നമ്മളെ സ്ഥിതി കാണുമ്പോ, നമ്മുടെ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മുടെ സ്ഥിതി കാണുമ്പോ ഒരു ബൂട്ട് സ്വന്തമായിട്ട് വാങ്ങാൻ പോലും അത്രയ്ക്കും കാശില്ലാത്ത ഒരു ടൈമിലാണ് നമ്മളെ ബിഗിനിങ് Definitely, ടൈം. ഹെൽപ്പ് ചെയ്യാൻ പോലും ആരുമില്ല, definitely. ആ ഒരു ടൈമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് Correct, correct. സ്വന്തമായിട്ട് കാശ് ചേർത്ത്, ആ സമയത്ത് 400-450 ബൂട്ട്, അങ്ങനെ കാശ് ചേർത്ത് ബൂട്ട് വാങ്ങിച്ച് അങ്ങനെ കളിക്കണം, ആ ഒരു അവസ്ഥയാണ്. അങ്ങനെ കളിച്ച് നമ്മൾ ബുദ്ധിമുട്ടോടെ വന്നതാണ്. ആ ഒരു ഇപ്പോഴാണെങ്കിൽ അങ്ങനെയല്ല. ഇപ്പോഴാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിനെത്തിയവർക്ക് അതിന്റെ ഫെസിലിറ്റീസ്, ഇപ്പോഴാണെങ്കിൽ ഒരുപാട് ഫെസിലിറ്റീസ്, ഒരുപാട് ഷോപ്സ്, ഒരുപാട് സ്പോൺസേഴ്സ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം right, right. മാതാപിതാക്കളാണെങ്കിലും സ്റ്റാർട്ടിങ് തന്നെ എല്ലാവർക്കും എല്ലാ സാധനവും കിട്ടുന്നുണ്ട്. എന്നാലും കിട്ടാത്ത ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഒത്തിരി ആ ഒരു പേരുണ്ട്. അവസ്ഥയാണ്. തീർച്ചയായും, ആ ഒരു തീർച്ചയായും. അവസ്ഥയെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ എത്തിയത്. അതുകൊണ്ട് ഒരുപാട് താങ്ക്ഫുൾ ടു ഗോഡ്. Oh yes, എല്ലാം ദൈവത്തിന്റെ most ദൈവത്തിന്റെ definitely. വഴികളാണ്. അതെ അതെ. ഇപ്പോ കമ്മിങ് ബാക്ക് ടു ദാറ്റ്, ഇപ്പോൾ പ്രസന്റ് സിനാരിയോനെ പറ്റി പറയുകയാണെങ്കിൽ, അനദർ ഫാക്ടർ ഐ അണ്ടർസ്റ്റാൻഡ് ഇസ് ബ്രിട്ടോന്റെ മാരേജ് ആയിരുന്നു കഴിഞ്ഞ വർഷം, കല്യാണം. ആൻഡ് ഇസ് യുവർ വൈഫ് ഫുട്ബോൾ ഫാൻ? പുള്ളിക്കാരി എങ്ങനെയാണ്, ഫുട്ബോൾ കാണാറുണ്ടോ, കളി വാച്ച് ചെയ്യാറുണ്ടോ, അഭിപ്രായം പറയാറുണ്ടോ താങ്കളുടെ കളിയെ പറ്റി? അതെ അതെ അതെ, അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഫുട്ബോള് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും, നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഫുട്ബോൾ ഒരു കരവാണ്. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ റൈറ്റ്, റൈറ്റ്, ഭയങ്കര റൈറ്റ്. ഇഷ്ടമാണ്. ഇപ്പൊ ഇന്ത്യയിൽ ക്രിക്കറ്റ് ആയാലും, നമ്മുടെ നാട് ഈ ബീച്ച് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഫുട്ബോൾ തന്നെയാണ് മെയിൻ. തീർച്ചയായും, ഫുട്ബോൾ അങ്ങനെ തീർച്ചയായും, എല്ലാവരുടെ വീട്ടില് ഫുട്ബോൾ കളിക്കുന്ന ഓരോ കുട്ടികൾ കാണും. അപ്പൊ അങ്ങനെ തീർച്ചയായും. ഉള്ളിടത്തോളം നമുക്ക് എന്റെ കളികളൊക്കെ കാണാൻ വരും. അവൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യും, ആഹാ. സപ്പോർട്ടൊക്കെ ചെയ്യും. ഇപ്പൊ നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്, കുഴപ്പമൊന്നുമില്ല. ആഹാ. നല്ല ലൈഫാണ്. നന്നായിരിക്കണം. അങ്ങനെ ഇപ്പോ ഹാപ്പി ആയിട്ട് എന്നെ പോകുന്നു. ഒരു തെറ്റാണെങ്കിൽ എന്നെ കുട്ടിയായി. തിരുത്തണം. പക്ഷെ താങ്കളുടെ, ഓ കൺഗ്രാറ്റുലേഷൻസ്. അതെ അതെ. എന്താ കുട്ടിയുടെ പേരെന്താണ്? ബ്രിയന്ന ബ്രിയന്ന. ബ്രിയണ്ണ. കൺഗ്രാറ്റുലേഷൻ. ബ്രിയണ്ണയ്ക്ക് ഒരു ഹായ് പറയൂ നമ്മുടെ അടുത്തു നിന്നും, ട്രാവൻകൂർ റോയൽസ് ഫാൻസിൽ താങ്ക് യു നിന്നും താങ്ക് യു ഒരു ഹായ് താങ്ക് യു പറയണം. ബോസ്. താങ്കളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, തിരുത്തണം. നാളെ താങ്കളുടെ വെഡിങ് അതെ ആനിവേഴ്സറി അതെ, അല്ലേ? നാളെ. ഞാൻ അതെ, നാളെ. ഇച്ചിരി റിസർച്ച് നടത്തി പറഞ്ഞതാണ്. അഡ്വാൻസ്ഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു ബോത്ത് യു ആൻഡ് യുവർ ശ്രീമതി താങ്ക് ആസ് യു വെൽ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ആൻഡ് ഞാൻ അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു there are some questions that our audience are asking. One of which യെസ് യെസ്. is, before I get into that, I thanks a lot, by the way, to all the commentators out there, all the comments that are coming in. ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. ഒരുപാട് താങ്കളുടെ ഫാൻസ് ആണ്, നോട്ട് ജസ്റ്റ് ഫ്രം കേരള ബട്ട് ഓൾസോ യെസ്. ഫോർ from all over the country. Thanks a lot, guys. Thanks നോട്ട് a lot for ഫാൻസ്, നോട്ട് tuning in ഫാൻസ്, all. ഫ്രണ്ട്സ്. Oh yes, നോട്ട് friends ഫാൻസ്. also, most definitely. Fans and friends. യാ. And of course, ഇപ്പൊ ഞാൻ ഞാൻ കരുതി വെച്ചിരുന്ന ഒരു ചോദ്യം, നമ്മൾക്ക് എല്ലാവർക്കും, അതായത് ഏതൊരു പ്രൊഫഷണലിനും അവരുടെ കരിയറിൽ വന്ന ഒരു വഴിത്തിരിവ്, അതായത് വൺ ഇൻസിഡന്റ് ദാറ്റ് സോർട്ട് ഓഫ് ഷേപ്ഡ് യുവർ കരിയർ. അതിപ്പോ അതിൽ ആർക്കെങ്കിലും പങ്കുണ്ടെന്ന് പറയാൻ കഴിയും. താങ്കളുടെ കോച്ച് ആയിരിക്കാം, താങ്കളുടെ ഫ്രണ്ട്, അല്ലെങ്കിൽ താങ്കളുടെ ഏജന്റ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് താങ്കൾക്ക്, can you tell us an incident that sort of changed your career as such? യെസ്, ഇൻസിഡന്റ് എന്ന് പറയുമ്പോ എന്റെ സത്യം പറഞ്ഞ ഒരു സെക്കൻഡ് ലൈഫ് ആയിരുന്നു ഫുട്ബോളിലേക്ക്. ഫസ്റ്റ് ലൈഫ് ഞാനിങ്ങനെ പൂനെ FC കളിച്ചു, വിവാഹ കേരള കൊച്ചു ടൈം തന്നെ. എന്റെ 17 വയസ്സിലാണ് ഞാൻ വിവാഹ കേരള കളിച്ചത്. 17-16 Right, വയസ്സിൽ right. വിവാഹ കേരള കളിച്ചു. Mhm. അങ്ങനെ സീനിയർ ടീമിൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്തു. പിന്നെ പൂനെ FC കളിച്ചു. അങ്ങനെ ഐ ലീഗുകൾ കുറെ Mhm. കളിച്ചു. ആ സമയത്ത് 3 ഐ ലീഗ് കളിച്ചു, പിന്നെ സെക്കൻഡ് ഡിവിഷൻ. പിന്നെ അതിനുശേഷമാണ് Right. എന്റെ കാല് ഓപ്പറേഷനായി അങ്ങനെ കളി അവസാനിപ്പിക്കാൻ വന്നത്. 2 വർഷത്തേക്ക് ഞാൻ കളി ഫുട്ബോൾ ഫീൽഡിലേ ഇല്ല.
അപ്പൊ ആ അവസ്ഥയാണ്. Oof. അപ്പോ 2-3 വർഷം അങ്ങനെ പോയി. പിന്നെ 2014 ഒരു കംബാക്ക് ഉണ്ടായത് നേവി ജോബ്. ആ നേവി ജോബിലൂടെയാണ് ഒരു ടേൺ ബാക്ക് എന്ന് പറയാം. അപ്പൊ അതാണ് ഏറ്റവും Right, right, right. കംബാക്ക് എന്ന് പറയുന്ന ഒരു നേവി ജോബ് ആയിരുന്നു. പിന്നെ അങ്ങനെ തന്നെ സന്തോഷ് ട്രോഫി പിടിച്ചു, സന്തോഷ് ട്രോഫി കളിച്ചു, ചാമ്പ്യനായി, നാഷണൽ ഗെയിംസ് കളിച്ചു. അങ്ങനെ ഓരോ Yes. ഓരോ പിടിമുറുക്കി അങ്ങനെ കയറി. പിന്നെ അപ്പൊ ആ അവിടുന്ന് ഒരു ചർച്ചിൽ കിട്ടി. ടേണിംഗ് എന്ന് പറയുന്നത് ടേണിംഗ് നേവി പോയിന്റ് നേവി എന്ന് പറയുന്നത്. നേവി ജോയിൻ കിട്ടിയതാണ്. അപ്പൊ അതിൽ ഞാൻ താങ്ക്ഫുൾ ആയിട്ട് പറയേണ്ടത് ഓക്കെ. മിസ്റ്റർ അഭിലാഷ് കോച്ച്, നമ്മുടെ നേവി കോച്ചിനെയാണ് താങ്ക്ഫുൾ പറയേണ്ടത്. പുള്ളിയാണ് എന്നെ സെലക്ട് ചെയ്തത് അവിടെ. ഓക്കെ. റൈറ്റ്, 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 റൈറ്റ്. അപ്പൊ ദാറ്റ്സ് അതിനു ഗ്രേറ്റ്, വേണ്ടി ദാറ്റ്സ് സെലക്ട് ഗ്രേറ്റ്. ചെയ്തു. അപ്പോ ആ ഒരു അതാണ് കംബാക്ക് ആണ് ബ്രിട്ടോ എന്ന് പറഞ്ഞ ഫുട്ബോൾ കളിക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വഴിത്തിരിവ് എന്ന് തന്നെ വേണമെങ്കിൽ അതെ പറയാം. അതെ 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 That's great. Wonderful. So, and now that we are getting to the end of our session, and quite a few comments coming in. Another thing I'd like to mention is specifically as a Mohun Bagan player, news has broken out in the last few days that Jose Antonio, more popularly known as Kibu Vikuna, your coach, of course, at Mohun Bagan, is now യെസ്. going to be joining Kerala Blasters FC, the ISL team, as coach. അപ്പോ ബ്രിട്ടോന് തന്നെ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ട്. കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് കിബു ഹാസ് ബീൻ കോച്ചിങ് യു ആൻഡ് യുവർ ടീം. Can you tell us more about his management style? എങ്ങനെ, what was the sort of changes, or what was his എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ശൈലി? What changes did he bring into your game and to Mohun Bagan that resulted in your dominating performance? നേരത്തെ പറഞ്ഞതുപോലെ just one match lost in a season, 16 matches played, and wonderful performance all round, both attack as well as defense. Can you tell us more about the manager Kibu? First of all, I thanks to my Kibu coach and officials for this year wonderful year. And second thing is Kibu coach. The Kibu coach, I'm really happy to time to spend that Spanish coach and Correct. Spanish footballers. For Mhm. four Spanish footballers that there are in my team. So I really happy Right. that I'm playing in Spanish, like Spanish style. So Oh, yes. he's always coming that technical means game Okay. planning, game structure. He's Right. always reading that opponent game planning, opponent defending structure, attacking structure, and Understood. yeah, ball position before Oh, yes. before അതായത് എല്ലാ കളി തുടങ്ങുന്നതിന് മുമ്പേയും പുള്ളി നന്നായിട്ട് പ്ലാൻ ചെയ്യും. ടീമിന് എതിർ Mhm. ടീമിന്റെ കളികളും എതിർ ടീമിന്റെ ടെക്നിക്സും നന്നായിട്ട് പ്ലാൻ അതിനനുസരിച്ച് ഒരു ചെയ്യും. അഡാപ്റ്റ് അതെ ചെയ്തിട്ടായിരിക്കും. അതെ, എ ടു ഇസഡ് പുള്ളി പ്ലാൻ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് അത് Right. നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. അതാണ് ആ പുള്ളിയുടെ Understood. മെയിൻ റീഡിങ്. പുള്ളി Mhm. എപ്പോഴും എതിർ ടീമിന്റെ കളി നോക്കിക്കൊണ്ടേയിരിക്കും. എവിടെങ്കിലും എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടോ Okay. ആ ഫാൾട്ടിൽ കയറി പിടിച്ചിട്ട് നമുക്ക് അത് അറ്റാക്ക് ചെയ്യണം, Mhm. ഇതുവരെ അറ്റാക്ക് ചെയ്യണം, ഇതാണ് നമ്മുടെ മെയിൻ പോയിന്റ്, ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. എ ടു ഇസഡ് പുള്ളി Mhm. എല്ലാം നന്നായിട്ട് റീഡ് പുള്ളി ചെയ്ത് ഒരു കാര്യങ്ങൾ ചെയ്യും. അപ്പൊ എനിക്ക് തറോ തോന്നുന്നു ആണ് ആ ഒരു രീതിയിൽ. Mhm. അതെ അതെ, പുള്ളി ഭയങ്കര ഇന്റലിജന്റ് ആണ്. ഇന്റലിജന്റ് മീൻസ് Mhm. ഭയങ്കര, ഞാൻ വർക്ക് ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ഇന്റലിജന്റ് കോച്ചാണ് എനിക്ക് പറയാനുള്ളത്. Oh, that's great. നല്ലൊരു That's great. കോച്ചാണ് പുള്ളി. ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നത് വളരെ സന്തോഷമുണ്ട്. Mhm. ബ്ലാസ്റ്റേഴ്സിൽ എനിക്ക് തോന്നുന്നു ഈ വട്ടം നല്ല ഒരു റിസൾട്ട് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 3 സ്പാനിഷ് പ്ലെയർ തീർച്ചയായും. വരുന്നുണ്ട് പുള്ളിയുടെ കൂടെ, പിന്നെ ഫിസിക്കൽ Mhm. കണ്ടീഷണർ, പിന്നെ പിന്നെ ആരാ, പിന്നെ സെക്കൻഡ് കോച്ച്, അങ്ങനെ Right. 4-5 പേര് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു Mhm. മെയിൻ ആയിട്ട് ഈ വർഷം നല്ലൊരു റിസൾട്ട് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ്. നമുക്ക് ഓർത്ത് കാണാം ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ കോവിഡിന്റെ ഒരു അവസ്ഥ കാരണം നമുക്ക് ഒന്നും അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വി ക്യാൻ സീ ഗുഡ് തിങ്സ് ഇൻ ദ ഫ്യൂച്ചർ, നോട്ട് ജസ്റ്റ് ഫോർ അതെ ബ്ലാസ്റ്റേഴ്സ് കേരള പ്ലേയേഴ്സ് ബട്ട് ഓൾസോ ആസ് ഫുട്ബോൾ ആസ് എ ഹോൾ. പിന്നെ മലയാളീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഫുട്ബോൾ അവരെ ഹരം കൊള്ളിച്ചിരിക്കുന്നത് കൊണ്ട് അവരെ ആ ഒരു അവർക്ക് അതൊരു നല്ല വാർത്തയായിരിക്കും, ഒരു സന്തോഷ വാർത്തയായിരിക്കും തീർച്ചയായിട്ടും. അതെ അതെ, ഈ വട്ടം അപ്പോൾ നല്ല റിസൾട്ട് കിട്ടാനാണ് സാധ്യത. That's always good news, good to hear. And now coming to sort of like my final question here, what is next? Tell me what is next for Britto the player. As in, എന്താണ് താങ്കളുടെ അടുത്ത ലക്ഷ്യം, അല്ലെങ്കിൽ what is your plan? Is it representing your country? Of course, that would be one of it. Indian jersey അണിയാൻ എല്ലാ പ്രൊഫഷണൽ പ്ലേയേഴ്സിനും ഒരു സ്വപ്നം തന്നെ കാണും. അപ്പോൾ താങ്കളുടെ ആ ഒരു എയിമിനെ പറ്റി അല്ലെങ്കിൽ ഡ്രീംസിനെ പറ്റി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം.
അല്ല, ഡ്രീംസ് ഒന്നേ ഉള്ളൂ. പ്ലേ ഫുട്ബോൾ ആൻഡ് എന്താ പറയാ, നമ്മള് ഫുട്ബോൾ കളിക്കുക, എൻജോയ് ഫുട്ബോൾ. അങ്ങനെ ലക്ഷ്യത്തോട് പോവുക. നമ്മൾ ഒരു പ്ലെയർ എന്ന രീതിയിൽ ഫുട്ബോൾ കളിക്കുക, ആ ലക്ഷ്യത്തോട് ടീമിന് വേണ്ടി കളിക്കുക, മുന്നോട്ട് പോവുക. ബാക്കിയുള്ളതും ISL ആയാലും സന്തോഷ് ട്രോഫി ആയാലും ഐ ലീഗ് ആയാലും ഇന്ത്യൻ ആയാലും എല്ലാം ഫുട്ബോളാണ് നമ്മൾ കളിക്കുന്നത്. സോ ഹാപ്പിയോടെ കളിക്കുക, നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടും. ഇപ്പൊ ഇന്ത്യൻ നാഷണൽ ടീമിൽ തീർച്ചയായും. കളിക്കണമെന്ന് വളരെ ആഗ്രഹം എല്ലാ ഫുട്ബോൾ പ്ലേയേഴ്സിനും ഉണ്ട്. അതുപോലെ തന്നെ എനിക്കുമുണ്ട് ആ ആഗ്രഹം, സെയിം ആണ്. പക്ഷെ അത് കിട്ടുവാണെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം, നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, അതിന്റെ ഭാഗ്യം ഉണ്ടെങ്കിൽ ദൈവം തരും എന്നുള്ളത്. വരേണ്ടത് ഈ വരും. ഒരു ടൈം എന്ന് പറയുന്നത് താങ്കൾ ഇപ്പോൾ 27 years എന്ന് പറയുന്നത് 27 to 30 is sort of like the peak time for a player. അതെ 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 അതായത് അതെ ഒരു അറ്റാക്കർ എസ്പെഷ്യലി എന്ന് പറയുമ്പോൾ ഫിസിക്കലി ഒരു പ്രൈമിലാണ് താങ്കൾ നിൽക്കുന്നത്. അപ്പോൾ അതെ. ഹോപ്പ്ഫുള്ളി കീപ്പിംഗ് ഫിംഗേഴ്സ് ക്രോസ്ഡ് ഇന്ത്യൻ ജേഴ്സി അണിയാനുള്ള ഭാഗ്യം ഉണ്ടാവും. ഭാഗ്യമല്ല, താങ്കൾ അച്ചീവ് തന്നെ ചെയ്യണം. താങ്കളുടെ ഹാർഡ് വർക്കിലൂടെ താങ്കൾ അത് അച്ചീവ് ചെയ്യട്ടെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. താങ്ക് യു താങ്കൾക്ക് താങ്ക് യു എന്തെങ്കിലും ബ്രോ. മെസ്സേജ് കൊടുക്കാനുണ്ടോ നമ്മുടെ കേരളത്തിലെ യങ്സ്റ്റേഴ്സിന് വേണ്ടി, ഫുട്ബോൾ പ്രേമികൾക്ക് വേണ്ടി ഒരു മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി തരാം? അതെ, ഫുട്ബോൾ പ്ലേയേഴ്സ്, അതായത് യങ്സ്റ്റേഴ്സിന് പറയേണ്ടത് മെയിൻ ആയിട്ടുള്ള ഫുട്ബോൾ അല്ല, അതായത് നമ്മൾ സ്പോർട്സ് എടുത്താലും നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഒരു ലക്ഷ്യവും പിന്നെ അതിനുള്ള ഹാർഡ് വർക്കാണ്. ഡെയിലി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ വർക്ക് നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡി തിരിച്ചു വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതിനുവേണ്ടി പ്രയത്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏത് ടീമായാലും ഇപ്പൊ നിങ്ങൾ കളിക്കുന്നത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ട്രാവൻകൂർ FC-ക്കാണ് കളിക്കുന്നത്, നോ പ്രോബ്ലം. അതിൽ ഹോപ്പ് ഉണ്ട്, നല്ലൊരു ഹോപ്പ് ഉണ്ട്. നിങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിൻസിയർ ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ അതുവഴി നിങ്ങൾക്ക് വലിയ രീതിയിൽ എത്താൻ പറ്റും. നിങ്ങൾ ഏത് ചെറിയ ടീം ആയാലും, വലിയ ടീം ഒന്നുമില്ല, ചെറിയ ടീം വലിയ ടീം ഒന്നുമില്ല, ഐ ലീഗ് ISL അങ്ങനെ ഒരു ഡിഫറൻസും ഇല്ല. എവിടെ കളിക്കാതെ നമ്മൾ ഫുട്ബോളാണ് കളിക്കുന്നത്. നമ്മൾ ഐ ലീഗിൽ നിന്ന് നമുക്ക് ഇന്ത്യൻ നാഷണൽ ടീമിന് കളിക്കാൻ പറ്റും, ISL നിന്നും കളിക്കാൻ പറ്റും. സോ അത് നമ്മൾ ചെറിയ ടീമിൽ നിന്ന് വരെ കളിക്കാൻ പറ്റും. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ലാസ്റ്റ് ഇയർ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സർവീസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ JNP എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്, JNP ആൻഡ് ടുഡു, അങ്ങനെ രണ്ടുപേരുണ്ട്. ഞങ്ങൾ സർവീസ് കളിച്ചു. അവര് ആർമിക്ക് വേണ്ടി കളിച്ചിട്ട് ഒരു ഐ ലീഗും കളിച്ചിട്ടില്ല, ഒരു സന്തോഷ് ട്രോഫി കളിച്ചു, ഒരു ISL കളിച്ചിട്ടില്ല, ഒന്നും കളിച്ചിട്ടില്ല. JNP ആൻഡ് ടുഡു, ഇവർ രണ്ടുപേരെ പേരടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവരും ആർമിക്ക് വേണ്ടി മാത്രം കളിച്ചിട്ടാണ് അവര് നാഷണൽ ടീമിന് വേണ്ടി കളിച്ചത്. സോ അതൊക്കെ, അപ്പൊ നമ്മൾ എവിടെ നിന്ന് കളിച്ചാലും നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക, നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടും. ISL കളിക്കണം, എനിക്ക് അത് കളിക്കണം, അങ്ങനെ ഒരു താല്പര്യം വേണ്ട. നമ്മളെ കളി നമ്മൾ കളിച്ചോണ്ടിരിക്കുക, ബാക്കി കിട്ടേണ്ടത് കിട്ടും. അത് നമ്മളുടെ ഹാർഡ് വർക്ക് പോലെ. അതെ അതെ അതെ, നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും, അത്രേ ഉള്ളൂ. നമ്മൾ അതിനിപ്പം ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കാൻ വേണ്ടി നമ്മളെ യോഗ്യത ഉണ്ടെങ്കിൽ അത് കൺഫേം ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കും. ISL കളിക്കാൻ വേണ്ടി നമുക്ക് യോഗ്യത ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടിയിരിക്കും. അതുപോലെയാണ്, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് പോകും, ബാക്കിയുള്ളത് കിട്ടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസവും. എന്റെ വഴി അത് തന്നെയാണ്, ബാക്കി കിട്ടുന്നതാണ്. That is the straight and narrow. After all, to paraphrase, so once again, just to paraphrase what Mr. Britto has been telling us is, in the end, if you want to achieve something, എന്തെങ്കിലും നമുക്ക് നേടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പൂർണ്ണമായിട്ടുള്ള എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇപ്പൊ തന്നെ സംഭവിക്കണം, ഇന്നോ നാളെയായിട്ട് സംഭവിക്കണം എന്നില്ല. ബട്ട് good things will always happen if you keep committed and you keep up the motivation as such. Sure. Definitely. That's wonderful advice, Mr. Britto. Thank you so much for that. And thank you so much for tuning and joining us today here at Travancore Royals FC in our session today for 30 minutes and living the dream as such is what Mr. Britto is doing himself. He is living the dream, a dream for a lot of youngsters out there. And once again, on behalf of Travancore Royal FC, as well as Sports and Management Research Institute, I would like to thank you so much, Mr. Britto, for coming out today. ഇത്രയും നമ്മളിവിടെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിലും, ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക്, ഇത്രയും നല്ല അഡ്വൈസ് തന്നതിലും താങ്കളോട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ താങ്ക്സ് എ ലോട്ട് ടു ഓൾ അവർ കമന്റേഴ്സ്, ഓൾ അവർ വ്യൂവേഴ്സ് ഔട്ട് ദയർ. ഒരു മിനിറ്റ്, എല്ലാരും ചോദിക്കുന്നുണ്ട്, നെക്സ്റ്റ് ISL-ന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ ഓർക്കേണ്ട ഒരു നോർത്ത് ഈസ്റ്റിന്റെ കാര്യം, പ്ലീസ്. നോർത്ത് ഈസ്റ്റിന്റെ കാര്യം, അതെ അതെ, ടോക്സ് ഗോയിങ് ഓൺ, ബട്ട് I didn't sign it. If I sign, I will inform you all, because അതായത് ടൈം ആയിട്ടില്ല പറയാനായിട്ട്. ടൈം ആകുമ്പോൾ പറയാം. സംസാരം നടക്കുന്നുണ്ട്, സൈൻ ചെയ്തിട്ടില്ല. അപ്പൊ അടുത്ത കൊല്ലം നടക്കുവാണെങ്കിൽ അറിയിക്കാം. So let's hope for the best, bigger and better things to go for Sri Britto as well. Thank you so much, Mr. Britto. Thank you for sharing all this information with us. Thank you for sharing your experience. And എല്ലാ ഭാവങ്ങളും നേരുന്നു. Thank you so much. Thank you for joining us, all of you. I'll
See you hopefully next time with another great footballer, with another great message. Thank you all for tuning Thank you, in. bro. I'll see you then, Brito. Thank you so much. Take Thank you, care, bro. everybody. Thank you, Travancore FC. Thank you. Goodbye. Goodbye.